ജസ്റ്റ് ഒന്ന് സ്പ്രേ കൊടുത്താൽ മതി. മൂന്നും കൂടി മിക്സ് ആക്കും. വീട്ടിൻ്റെ മറ്റേ ജനലിൻ്റെ കട്ടില, മറ്റേ വീടിൻ്റെ കട്ടില എവിടെയുള്ള വെച്ചാൽ ഇത് ജസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് മറ്റേ തറൻ്റെ ഗ്യാപ്പിലുണ്ടാവില്ലേ ഇങ്ങനെ അടിച്ചോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ചിതലിൻ്റെ ശല്യം, അതായത് നമ്മുടെ ചിതലിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടൊരു പറഞ്ഞുതരാൻ പോകും. നമുക്ക് ആ വീട്ടിൽ നിന്ന് തന്നെ ആർക്കും ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള സംഭവം. കാരണം ചതൽ വന്നാൽ നമുക്ക് തന്നെ അവസ്ഥ അറിയാം. ഉള്ള മരയായാലും ശരി, ജനലായാലും ശരി, മറ്റേ പുറത്ത് വെച്ച് എന്തായാലും ശരി, കയറിക്കനാൽ മൊത്തം നശിപ്പിച്ചിട്ട് പോകും. അപ്പോൾ അതിന് ശല്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള ചെറിയ സംഭവം വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നല്ല പിന്നെ ചതലിൻ്റെ ശല്യം ഉണ്ടാവില്ല, മൊത്തത്തിലങ്ങ് ഇല്ലാണ്ടാവും. അപ്പോൾ അതിന് വേണ്ട സംഭവം എന്തെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാണിക്കുമ്പോൾ എന്ത് നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിന് വേണ്ടതെന്ന് വെച്ചാൽ കായത്തിൻ്റെ പൊടി, പിന്നെ ഇത് അതായത് മറ്റേ ലിക്വിഡില്ലേ, വിമ്മിൻ്റെതായാലോ പ്രില്ലായാലോ അതെന്തായാലും കുഴപ്പമില്ല. പിന്നെ ബേക്കിംഗ് സോഡ. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കായത്തിൻ്റെ പൊടി തുടങ്ങി കായത്തിൻ്റെ പൊടി ഇത്ര എടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ വേറെ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, അത് ഇത്ര എടുക്കുക. ഓക്കെ, വളരെ കുറച്ച് മതി. പിന്നെ പറഞ്ഞില്ല നമ്മൾ മറ്റേ വിമ്മിൻ്റെയോ പ്രില്ലോ ഏതാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആക്കുക. എന്താ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഇത് മൂന്നും കൂടി മിക്സ് ആക്കുക. ഓക്കെ, മൂന്നും മിക്സ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് വെള്ളം ഒഴിക്കുക. ഇതൊന്ന് ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആക്കാനും പറ്റും. ഇത് മൊത്തം അടിച്ചു കൊടുത്തതിന് ചതല്ലെന്നല്ല, ആ ഭാഗത്തേക്ക് പിന്നെ ചതലിൻ്റെ ശല്യം ഉണ്ടാവില്ല. കാരണം ചതലിൽ വന്നാൽ നിങ്ങൾക്ക് അറിയില്ല, ഇന്ന് മരുന്നൊന്നുമില്ല. ഈട്ടിയായാലും ശരി, തേക്കായാലും ശരി, എന്ത് സംഭവം കയറിക്കിനെ പണ്ടാരടക്കിയിട്ട് പോകും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഏതെങ്കിലും സ്പ്രേ ഒന്ന് കുത്തി ഇതിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അടുത്തത് വെച്ചാൽ നമ്മൾ ഈ തെങ്ങിനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ അതുപോലെ നമ്മൾ ഈ ചുമരിൻ്റെ അടുത്ത് അങ്ങനെല്ലാം ഉണ്ടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഏടെ ഉള്ളതെന്ന് വെച്ചാൽ കാര്യം ഉണ്ടാവും. അതുപോലെ ഏടെ ഉള്ളതെന്ന് വെച്ചാൽ മറ്റേ മരത്തിൻ്റെ ഇടക്കോ വീട്ടിൻ്റെ മറ്റേ ജനലിൻ്റെ കട്ടില, മറ്റേ വീടിൻ്റെ കട്ടില ഏടെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് അറ്റ്ലീസ്റ്റ് സ്പ്രേ അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ അത് ചതിൽ പിന്നെ വാർത്ത ഉണ്ടാവില്ല, ഫുള്ളില്ലാണ്ടാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. സംശയം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എല്ലാവിധ